അങ്ങനെ കൃത്യമായി ചോദിച്ചാൽ ഇഡിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന വീണ ടിയുടെയും വീണ ടിയുമായിട്ട് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നോ അങ്ങനെ ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ താങ്കൾ ഇന്റർവ്യൂവിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഗ്രേ ഏരിയാസ് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ CPM പറയുന്ന അല്ലെങ്കിൽ വീണയോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന കാര്യം, അതായത് വീണ ടി ഈ ഈ ഈ കരിമണൽ കമ്പനിക്ക് ഒരു സേവനവും നൽകിയിട്ടില്ല എന്നുള്ളിടത്താണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കിടക്കുന്നത്. അത് വീണ ടി പറയുന്ന വീണ പറയുന്നില്ല ഞാൻ എന്ത് സേവനം കൊടുത്തു എന്ന്. വീണയുടെ കയ്യിൽ നിന്ന് ഒരു സേവനവും കിട്ടിയിട്ടില്ല എന്ന് ആദ്യഘട്ടത്തിൽ കരിമണൽ കമ്പനിയിലെ സീനിയർ എക്സിക്യൂട്ടീവ്സ് ആണ് മൊഴി കൊടുത്തത്. അത് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിനാണ്. പിന്നീട് SFIയിലേക്ക് എത്തിയപ്പോൾ സാക്ഷാൽ ശശിധരൻ കർത്ത തന്നെ പറയുന്നത് ഞങ്ങൾക്ക് ഒരു സേവനവും കിട്ടിയിട്ടില്ല. ഇനി അവർ പറയുന്നുണ്ടെങ്കിൽ വീണയ്ക്ക് അങ്ങനെ ഒരു സേവനം കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണയ്ക്ക് ഞാൻ ഇന്ന സേവനങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളാണ് ഞാൻ ആ കമ്പനിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്, അതിനുള്ള പ്രതിഫലമാണ് എനിക്ക് കിട്ടിയത് എന്ന് ക്ലാരിറ്റിയോട് കൂടി മലയാളിയുടെ മുന്നിൽ പറയാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടോ? വീണയ്ക്ക് പറ്റിയിട്ടുണ്ടോ? വീണയുടെ പിതാവിന് പറ്റിയിട്ടുണ്ടോ? എന്റെ കൈകൾ ശുദ്ധാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം ആയില്ലല്ലോ. അതുപോലെ തന്നെ റിയാസിന് പറ്റിയിട്ടുണ്ടോ? ഇവരാരും പറഞ്ഞിട്ടില്ല എന്ത് സേവനം നൽകി എന്നുള്ളത്. ഇവിടുത്തെ പ്രശ്നം എന്താ? വീണയുടെ കയ്യിൽ നിന്ന് വീണയ്ക്ക് 5 ലക്ഷം രൂപ, വീണയ്ക്ക് 3 ലക്ഷം രൂപ എക്സാലോജി കമ്പനിക്കും കിട്ടി എന്നുള്ള ഒരു സത്യമാണ്. വേറൊരാൾക്കും കിട്ടാത്തൊരു ഫേവർ പോലെ 50 ലക്ഷം രൂപയുടെ വായ്പയും കിട്ടിയതായിട്ട് പറയുന്നു അവരുടെ തന്നെ ഒരു ഫിനാൻസ് കമ്പനിയിൽ നിന്ന്. ഇതൊക്കെ എന്തുകൊണ്ടാണ് നിഷാദ് കിട്ടിയത്? ഇതിനാണ് ശ്രീ ജയചന്ദ്രൻ ഉത്തരം പറയേണ്ടത്. വീണ മുഖ്യമന്ത്രിയുടെ മകളാണ് എന്ന ഒറ്റ കാരണത്താലല്ലേ ഈ അൺഡ്യൂ ഫേവേഴ്സ് കിട്ടുന്നത്? അല്ലെങ്കിൽ കിട്ടുമോ? ഇങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനി ഇത്തരത്തിൽ ചെയ്യാത്ത സേവനത്തിന് ഇത്രയും വലിയൊരു തുക പ്രതിഫലം കൊടുക്കുമോ? നോർമലി IT ഫീൽഡിലൊക്കെ ഇന്ന സേവനങ്ങൾക്ക് എത്രത്തോളം പ്രതിഫലം കൊടുക്കാമെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കൊരു ധാരണയുണ്ട്. ഇത് ഒരു സേവനവും കൊടുക്കാതെ അവർക്ക് വർത്തുവയിലായിട്ടുള്ള അവർക്ക് ഉപകരിക്കുന്ന പുതിയ കാലഘട്ടത്തിന് ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു സേവനവും കൊടുക്കാതെ ഇത്രയധികം പണം മാസം തോറും വീണയുടെ അക്കൗണ്ടിലേക്ക് വന്നുവെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. വീണയുടെ പിതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന, അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയനാണ്. ആ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഈ തുക കിട്ടിയത്. അതിനകത്തൊരു അഭംഗിയില്ലേ? നിഷാദ് തന്നെ ആലോചിച്ചപ്പോൾ എത്രയൊക്കെ ന്യായീകരിച്ചാലും വീണ, ഇന്നിപ്പോ റിയാസ് പറഞ്ഞ പോലെ വീണ ഒരു സ്വതന്ത്ര വ്യക്തിത്വമാണ്, സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്, അവർക്ക് ഹൈലി ക്വാളിഫൈഡ് ആണ്, അവർ വലിയ ജോലി ചെയ്തവരാണ്, അവർ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു കമ്പനി തുടങ്ങാനുള്ള അവകാശമില്ലേ? അവരൊരു വ്യക്തിയല്ലേ? അവർക്ക് എന്തുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ബിസിനസ് നിയമങ്ങൾ അനുശാസിക്കുന്ന പോലെ ഒരു കാര്യം ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴും നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു വകുപ്പ്, ആ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന കമ്പനിയിൽ ഷെയ്ഡി ആയിട്ടുള്ള അല്ലെങ്കിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ആ കമ്പനിയുമായിട്ട് മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കരാറിൽ ഏർപ്പെടുന്നതും അതിൽ അൺഡ്യൂ ആയിട്ടുള്ള ഈ രീതിയിൽ ആർക്കും ന്യായീകരിക്കാനാവാത്ത രീതിയിൽ ഇത്ര വലിയ പ്രതിഫലം വാങ്ങുന്നതും എന്ത് ധാർമ്മികത കൊണ്ടാണ്, എന്ത് രാഷ്ട്രീയ നൈതികത വെച്ചാണ് നമുക്ക് അളക്കാൻ പറ്റുക? ജയേന്ദ്രൻ സാർ പറയുന്ന ചില കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു. ഇതിനകത്ത് അത്തരം ഘടകങ്ങളൊക്കെ ഉണ്ടാവും. വേറെയും തെളിവുകളില്ലേ? എന്നിട്ട് അതെന്താ അന്വേഷിക്കാത്ത? മറ്റൊരു വാങ്ങിച്ചു, OC വാങ്ങിച്ചു, RC വാങ്ങിച്ചു, PV വാങ്ങിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ തുക PV വാങ്ങിച്ചതായിട്ടാണ് ഡയറിയിൽ പറയുന്നത്. അപ്പൊ ഇപ്പോ ഒരു ചോദ്യം, ഇപ്പോഴത്തെ ഏറ്റവും പ്രസന്റ് കോണ്ടെക്സ്റ്റിൽ നിഷാദെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇത്ര നാള് റിയാസിന്റെ പേര് നമ്മൾ എവിടെയും റിയാസ് ഇതിനകത്ത് ഇൻവോൾവഡേ ആയിരുന്നില്ല. റിയാസിന്റെ പേര് ഒറ്റ മാധ്യമങ്ങൾ പോലും മിണ്ടിയിട്ടില്ല, EDയും മിണ്ടിയിട്ടില്ല. പക്ഷെ ഏറ്റവും ഒടുവിൽ ാണ് ഇപ്പൊ റിയാസുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുടെ എല്ലാം വീട്ടിൽ സ്ഥാപനങ്ങളിലൊക്കെ റെയ്ഡ് നടക്കുന്നത്. അതിനിടയ്ക്ക് വീണയുടെ രണ്ടാമത്തെ കമ്പനി എന്താ, ലാക്കറിന്റെയോ കോർപ്പ് എന്ന് പറയുന്ന ആ കമ്പനി എവിടെയാണെന്ന് പോലും ആർക്കും അറിഞ്ഞൂടാ. അപ്പൊ ഇതിനകത്ത് ഒരുപാട് ഗ്രേ ഏരിയാസ് ഉണ്ട്. കൃത്യമായൊരു വിശദീകരണത്തിന് റിയാസിന്റെ സുഹൃത്തുക്കളിലേക്ക് ഒരുപക്ഷെ പോയിട്ടുള്ളത് ഈ പറയുന്ന ED പറയുന്നത് ഇത്തരം പണമിടപാടുകൾ റിയാസിന്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് വീണ ഇന്ന് ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ കുറിപ്പിലൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതിനകത്ത് വിമർശിക്കുമ്പോൾ തന്നെ